ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ദേവദൂതൻ എന്ന സിനിമ, മോഹൻലാലിൻ്റെ ദേവദൂതൻ എന്ന സിനിമ വീണ്ടും വരികയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ദേവദൂതൻ എന്ന സിനിമ വീണ്ടും റിലീസ് ചെയ്യാൻ പോവുകയാണ് എന്ന് ക്ലിയറാക്കിക്കൊണ്ട് അതിൻ്റെ പഴയ പിക്ചർ ഇതൊക്കെ എടുത്തുകൊണ്ട് അത് പുതിയ രീതിയിൽ 4K ഒക്കെ ആക്കിയിട്ട് ആ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ സിനിമ അത്യാവശ്യം നല്ല സിനിമ തന്നെയായിരുന്നു, മോശമാണെന്നൊന്നും പറയണില്ല. പക്ഷേ ആ സിനിമ തിയേറ്ററുകളിൽ വമ്പം പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ്. ഏകദേശം 3 ആഴ്ചയൊക്കെ ഓടിയിട്ടുള്ളൂ, 3-4 ആഴ്ചയൊക്കെ ഓടിയിട്ടുള്ളത് അന്നത്തെ കാലഘട്ടം. പക്ഷേ പലരും അത് ഇതുപോലെ നമ്മുടെ ടി വിയിലും വീടുകളിലൊക്കെ ഇരുന്ന് കണ്ടപ്പോൾ, ടി വിയിലൊക്കെ വന്ന സമയത്ത് ഇന്നത്തെ ജനറേഷൻ ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ആ സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വിഷമം അതൊന്നുമല്ല. പറഞ്ഞു വന്നത്, നമ്മളൊരിക്കലും ഒരാളെ കുറ്റം പറയാനും മോഹൻലാലിനെ താത്തിക്കെട്ടാനും നമ്മൾ ശ്രമിക്കില്ല. ഒരിക്കലും മമ്മൂട്ടി ഫാൻസുകാർ അങ്ങനെ ചെയ്യില്ല. വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത് അതൊന്നുമല്ല, ഇതൊരു ഗതികേട് ആയതിൻ്റെ ഒരു വിഷമം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. പലരും മറ്റുള്ള കളിയാക്കുന്ന സമയത്ത് ഇത് മമ്മൂക്ക ഇതുപോലെ ഔട്ടായിരിക്കുന്ന സമയത്ത്, മലയാള സിനിമയിൽ നിന്ന് മമ്മൂക്കയാണ് ഇതുപോലെ മോഹൻലാലിൻ്റെ പോലെ ഔട്ടായിരിക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ പല പടങ്ങളും എടുത്ത് ന്യൂഡൽഹിയോ വടക്കം വീരകഥയോ ആമരമോ തനിയാവർത്തനോ ഇതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഇവർ നമ്മളെ മമ്മൂക്ക ഫാൻസിനെയും മമ്മൂക്കയെയും കോരിയിട്ട് കാലുകൊണ്ടടിക്കാനാണ്. ഇവർക്കൊരു രക്ഷയില്ല. ഇവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ആകെ കൂടി ഒരു കാര്യം മോഹൻലാലിൻ്റെ നല്ല പടങ്ങൾ വീണ്ടും റിലീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പുതിയ സിനിമകളൊന്നും ഇനി വന്നാലും ഗതി പിടിക്കില്ല, നമുക്ക് 100% ഉറപ്പാണ്. ഇനി ഒരിക്കലും മോഹൻലാലിന് തിരിച്ചു വരവ് അല്ലെങ്കിൽ ഗംഭീര റോള് എന്നുള്ള സംഭവം, പഴയ അഭിനയം, നല്ല അഭിനയം കാഴ്ചവെക്കുന്ന മോഹൻലാലിൻ്റെ സിനിമ വരാൻ സാധ്യത തോന്നുന്നില്ല എനിക്ക്. കാരണം നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ പോലും ആ പണ്ടത്തെ പെർഫോമൻസ് മോഹൻലാലിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ വലിയൊരു വിഷമമുള്ള കാര്യമാണ്. അതായത് പഴയ സിനിമകൾ, ഇനിയിപ്പോൾ ഓരോ സിനിമകൾ, പണ്ടത്തെ താളവട്ടം, സന്മനസ്സിലോർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പഴയ സിനിമകളൊക്കെ വീണ്ടും റിലീസ് ചെയ്ത് കൊണ്ടുവരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇനി എല്ലാ സിനിമ സ്ഫടികം ചെയ്ത് നോക്കി, അതിനുശേഷം ഇപ്പോൾ ദേവദൂതം വരാണ്. ഇനി ഇതേപോലെ തന്നെ അന്ന് വർക്കൗട്ടാവാത്ത സിനിമകൾ, അതിൽ നമുക്ക് വേണമെങ്കിൽ തൂവാനത്തുമ്പികൾ അന്ന് വർക്കൗട്ടാവാത്ത സിനിമയാണ്. അത് വേണമെങ്കിൽ മോഹൻലാലിന് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസിന് വേണമെങ്കിൽ അത് രണ്ടാമത് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ യോദ്ധ നല്ലൊരു സിനിമയാണ്, എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ് യോദ്ധ. ആ സിനിമ വീണ്ടും കൊണ്ടുവരിക. അങ്ങനെ പഴയ സിനിമകളൊക്കെ കൊണ്ടുവരിക. അല്ലാണ്ട് ഈ പുതിയ സിനിമ ഇനി വെച്ച് പിടിച്ചിട്ട് എന്തായാലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബറോസ് അതൊന്നും എന്തായാലും വിജയിക്കാൻ സാധ്യത തോന്നുന്നില്ല. പിന്നെ ചെറുതായിട്ട് വിജയിച്ച പോലെ അത് വലിയൊരു സംഭവമായി 100 കോടി എന്നൊക്കെ എഴുതി വയ്ക്കാമെന്നല്ലാതെ വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു അഭിനയം കാഴ്ചവെക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് 100% നേരെന്ന സിനിമയിലെ അഭിനയം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും പഴയ സിനിമകളൊക്കെ എടുത്തിട്ട് മോഹൻലാൽ വീണ്ടും സജീവമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്.